ഒരു ഭരണാധികാരിക്ക് തൻ്റെ രാജ്യത്തെ രണ്ട് രീതിയിൽ ഭരിക്കാം. ഭയം സൃഷ്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടോ. നിബന്ധനകളില്ലാതെ സ്നേഹത്തിലൂടെ നടത്തുന്ന നേതൃത്വം ഭയമോ വേദനയോ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണത്തേക്കാൾ ഏറെ ഫലപ്രദമാണ്. കട്ടിയേറിയ കഠിനമായ വൃക്ഷം എപ്പോഴും കോഠാലിക്കായി തയ്യാറായിരിക്കും. എന്നാൽ വഴങ്ങുന്ന വൃക്ഷത്തെ മുറിച്ചു കളയുക എളുപ്പമല്ല. അതുപോലെ ഒരു ആത്മീയ യാത്രയിൽ മനുഷ്യർ എപ്പോഴും വഴക്കമുള്ളവരായിരിക്കണം, അതേസമയം ഉറച്ചതുമായിരിക്കണം. അയാളുടെ സ്വഭാവം കൂടുതൽ കഠിനമാകുമ്പോൾ അയാളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും ശീലങ്ങളുടെയും കവചം കൂടുതൽ കട്ടിയുള്ളതാകും. അങ്ങനെ അയാൾ പരമസത്യത്തിൽ നിന്ന് സ്വയം അകന്ന് തൻ്റെ ആചാരങ്ങളോടും പതിവുകളോടും മാത്രം ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു ശീലത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ അടിമയാകാതെ നിലകൊള്ളുമ്പോൾ മനുഷ്യർ വഴക്കമുള്ളവനായി, ഉറച്ചവനായി, സ്വതന്ത്രനായി തുടരുന്നു. അതാണ് യഥാർത്ഥ പരിണാമത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായകമാകുന്നത്. ഭയം വളരെ ശക്തിയുള്ളതാണ്, എന്നാൽ സ്നേഹം അതിലും സ്ഥിരതയുള്ളതാണ്. ഭയം മാറിപ്പോയാലും അതിൻ്റെ പിന്നാമ്പുറത്ത് സ്നേഹം എപ്പോഴും നിലനിൽക്കുന്നതായി കാണാം. സ്നേഹം എപ്പോഴും നിലനിൽക്കുന്നു. ഭയം കടലിലെ തിരമാലകളെ പോലെ വരികയും പോവുകയും ചെയ്യുന്നു. എന്നാൽ സ്നേഹം സൂര്യനെ പോലെയാണ്, എന്നും നിലനിൽക്കുന്ന പ്രകാശം. സൂര്യൻ എപ്പോഴും അവിടെയുണ്ട്. പക്ഷേ ആകാശത്തിലെ മേഘങ്ങളോ നമ്മുടെ മനസ്സിലെ മേഘങ്ങളോ ആണ് നമുക്ക് അത് കാണാതിരിക്കാൻ കാരണം. ചിലപ്പോൾ നമ്മളുടെ നിലപാടുകളും ദൃഷ്ടികോണുകളും അതിനെ മറയ്ക്കാം. എന്നാൽ മേഘങ്ങൾ ഒരിക്കലും സൂര്യനെ ബാധിക്കുന്നില്ല, കാരണം അവ സൂര്യനേക്കാൾ വളരെ താഴെയാണ്. മേഘങ്ങൾ കാരണം സൂര്യനെ കാണാൻ കഴിയാത്തത് നമ്മളെയാണ് ബാധിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഭയത്തിനും ആശങ്കകൾക്കും ഇടം കൊടുക്കുമ്പോഴാണ് ആ മേഘങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ നാം സൂര്യനോടോ പരമസത്യത്തോടോ ചേർന്ന് നിൽക്കുമ്പോൾ ഭയങ്ങൾക്ക് അവിടെ നിലനിൽക്കാനാകില്ല. മനസ്സിലെ മേഘങ്ങളെ അതിജീവിക്കുമ്പോൾ മുകളിലൊക്കെയും എന്നും സൂര്യപ്രകാശം നിറഞ്ഞിരിക്കുന്നത് കാണാം. ഹൃദയവും ബുദ്ധിയും ഹൃദയത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളുടെ മേഘങ്ങളെ അതിജീവിച്ച് നിലകൊള്ളണം. ഹൃദയത്തിനോ വികാരങ്ങൾക്കോ അത് കാണാനാകാതിരുന്നാലും ഹൃദയം എപ്പോഴും സൂര്യനെ, ആ പരമപ്രകാശത്തെ കാണാൻ ശ്രമിക്കണം. അതിനാൽ മനസ്സിലാക്കുക, മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ കരുണയുടെ പ്രകടനത്തിലാണ്. സ്നേഹം എല്ലാ ഔഷധങ്ങളെക്കാളും ശക്തിയുള്ളതാണ്. സ്നേഹം മുറിവുകൾ സുഖപ്പെടുത്തുന്നു. സ്നേഹം ഐക്യം സൃഷ്ടിക്കുന്നു. സ്നേഹം ഹൃദയത്തെ വിശാലമാക്കുന്നു. നിബന്ധനകളില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് ഒരു മനുഷ്യന് കൈവരിക്കാവുന്ന ഏറ്റവും വലിയ ഗുണമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ധാർമ്മികത വളരെ വ്യക്തിപരമായ ഒന്നാണ്. ഒരാളുടെ പ്രവൃത്തിയെ ശരിയായി വിലയിരുത്തുവാൻ അവൻ്റെ കർമ്മബദ്ധത്തെക്കുറിച്ചുള്ള ബോധം ആവശ്യമാണ്. അത് വളരെ ദുഷ്കരവുമാണ്. ഇത് ഒരാൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ അവഗണിച്ച് എന്തും ചെയ്യണം എന്നല്ല അർത്ഥമാക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം കർമ്മത്തിൻ്റെ പ്രേരണയിൽ നിന്നുള്ള, മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത ചില